ഇന്ന് നുറുങ്ങറിവിൽ എങ്ങനെയാണ് കാപ്പി ഇന്ത്യയിലെത്തിയത് എന്ന് നമുക്ക് നോക്കിയാലോ. ക്രിസ്തുവർഷം 850 കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യൻ മലനിരകളിലെ കുലമായ കൽദികൾ ഒരു കാര്യം കണ്ടെത്തി. ചില പ്രത്യേക ചെടികളുടെ കായകൾ തിന്ന ആടുകൾ രാത്രിയിൽ തുള്ളിച്ചാടുന്നു. കൽദികൾ കണ്ടെത്തിയ ഈ വീര്യമുള്ള കായയാണ് പിന്നെ കാപ്പിയായി പരിണമിച്ചത്. ഇടയന്മാർ ഈ മാന്ത്രിക കുരു പ്രാദേശിക സന്യാസി സമൂഹത്തിന് നൽകി. അവർ ഉണ്ടാക്കിയ പാനീയം കുടിച്ച് അവർ അതിന്റെ ഉത്തേജക ശേഷി അറിഞ്ഞു. പിന്നീട് അറബി കച്ചവടക്കാർ ഈ കായകൾ അവരുടെ നാട്ടിൽ എത്തിച്ചു. അവരുണ്ടാക്കിയ പാനീയത്തെ ഉറക്കം അകറ്റുന്നത് എന്ന അർത്ഥത്തിൽ ഖവ എന്ന് പേരിട്ടു. 1300കളിൽ അറബികൾ സഞ്ചരിച്ച വടക്കൻ ആഫ്രിക്കയിലും ഇന്ത്യയിലുമൊക്കെ പൊടിച്ചു വറുത്ത കാപ്പിക്കുരു കൊണ്ടുള്ള പാനീയങ്ങൾ പ്രചരിച്ചു. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ കാപ്പി അവതരിപ്പിച്ചു. ഒരു രസകരമായ വസ്തുത കൂടിയുണ്ട്. 1475 തുർക്കി നിയമപ്രകാരം കാപ്പി എത്തിക്കുവാൻ സാധിക്കാത്ത ഭർത്താക്കന്മാരിൽ നിന്നും വിവാഹമോചനം നേടാനുള്ള അവകാശം വരെ സ്ത്രീകൾക്കുണ്ടായിരുന്നു അത്രേ. അപ്പോഴും അറബി നാടിന് പുറത്തേക്ക് കാപ്പിക്കുരു കടത്തുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഈ വിലക്കുണ്ടായ കാലഘട്ടത്തിലാകണം ഇന്ത്യൻ കാപ്പിയുടെ ചരിത്രം തുടങ്ങുന്നത്. സൂഫി സന്യാസവൈദ്യനായ ബാബ ബുദ്ധൻ ഒരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നിന്നും വരുന്നതിനിടയിൽ യമനിലെ അൽ മക്ക തുറമുഖത്തു നിന്ന് അദ്ദേഹത്തിന്റെ താടിക്കുള്ളിൽ 7 കാപ്പിക്കുരുക്കൾ ഒളിപ്പിച്ചു. മഴ നനവ് ഏറെയുള്ള ചിക്കമംഗ്ലൂരു ചന്ദ്രഗിരിയിൽ അദ്ദേഹം ഈ കുരുക്കൾ നട്ടതോടെയാണ് ഇവിടത്തെ വസന്ത ചരിത്രം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ കുന്ന് ബാബ ബുദൻഗിരി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും വർഷത്തിലൊരിക്കൽ കാപ്പിക്കുരു വിളവെടുക്കുമ്പോൾ ബാബ ബുദ്ധന്റെ ദർഗയിൽ ഇത് കൊണ്ട് സമർപ്പിക്കാറുണ്ട്. ഇനി പിന്നീട് കാണുന്നത് വരേക്കും അറിഞ്ഞിരിക്കാം, ഒത്തുചിരിക്കാം. നന്ദി, നമസ്കാരം.